ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ട് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്ലാൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുന്നത്. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് മിക്ക പ്ലാന്റും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളുക. എല്ലാ വെള്ളിയാഴ്ചയും 8:30 നമ്മളുടെ വീഡിയോസ് വരാറുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ബ്രൈഡൽ ബൊക്കെയാണ്. നല്ല വെള്ള നിറത്തിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. നമുക്ക് ആർച്ച് പോലൊക്കെ ചെയ്തിട്ട് അതിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കും. നമുക്ക് പടർത്തി വിട്ട് വളർത്താനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ബ്രൈഡൽ. മിക്കപ്പോഴും വാട്സപ്പിലൊക്കെ കൂടുതൽ പേരും ചോദിക്കാറുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. പൂക്കളായ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കൊതുകുവിരട്ടിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു ഇലയുടെ സ്മെല്ല് കൊണ്ട് കൊതുകുകൾ അടുത്തേക്ക് വരാറില്ല. ഒരു പ്രത്യേകതരം സ്മെല്ലാണ്. നമുക്ക് റൂമിലൊക്കെ വെക്കാം, എന്നാൽ പ്രത്യേകിച്ച് ദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സൂർണാഞ്ചെറിയുടെ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. നമുക്ക് ഡ്രമ്മിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു എഡിബിൾ ഫ്രൂട്ടാണ് സൂർണാഞ്ചെറി. അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് യുജീനിയ പ്ലാന്റ് ആണ്. അത്യാവശ്യം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണെങ്കിലും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണിത്. നമുക്ക് ബോർഡറിലൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. പലരും പറയാറുണ്ട് യുജീനിയ പ്ലാന്റ്സ് അവരുടെ പ്ലാന്റിന് ലീഫിൽ ഈ ഒരു കളർ കിട്ടുന്നില്ല എന്ന്. പുതിയ ലീഫ് വരുമ്പോൾ തളിരില വരുമ്പോഴാണ് ഈ ഒരു കളർ വരിക. പിന്നീട് അത് ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ പുതിയ ലീഫ് വരുമ്പോൾ ഈ ഒരു കളറിൽ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കോളറാമയുടെ 3-4 വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു ബ്രൗൺ കളറാണ്. രണ്ടാമതായിട്ട് ഈ ഗ്രീനും അതുപോലെ റെഡോടെ ചേർന്ന് വരുന്ന ലീഫാണ്. നമുക്ക് ഇതും ബോർഡറിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും. ഒരുപാട് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. മൂന്നാമത്തത് ഈ ഒരു യെല്ലോ കളർ, യെല്ലോയും ഗ്രീനോടെ ചേർന്ന് വരുന്ന കളർ. നാലാമത്തത് ഈ ഗ്രീനും വൈറ്റോടെ ചേർന്ന് വരുന്ന കളർ. ഈ 4 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ വൈറ്റ് ആണ്. ഒരു ക്രീം കളറാണ് പൂക്കൾക്ക് വരിക. അതുപോലെ തന്നെ റെഡ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ക്രീം കളറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫയർ ക്രാക്കറിൻ്റെ പൂക്കൾ ഒരേ സമയം നിറയെ കൊലയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കും. നമുക്കിത് എന്താ പറയുക, സ്റ്റിക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ ചേർത്ത് കെട്ടി നിർത്തിയൊക്കെ വളർത്താൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. പൂക്കളായി തുടങ്ങിയ പ്ലാന്റ് ആണ്, വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. റെഡ് കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആണ്. യെല്ലോ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് അരൂതയാണ്. അരൂതയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. അരൂത ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. നല്ലൊരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ ജാസ്മിൻ. ഇതുപോലെ നിറയെ പൂക്കൾ തരും. ഒരു കെയറിൻ്റെ ആവശ്യമില്ല. നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. എത്രയും സൺലൈറ്റ് കിട്ടാവോ അത്രയും നല്ലത്. കൂടുതൽ പൂക്കൾ തരികയും ചെയ്യും. അതുപോലെ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ശ്രീലങ്കൻ ജാസ്മിൻ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. പൂക്കളും മുട്ടുകളും ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുക. അപ്പോൾ ശ്രീലങ്കൻ ജാസ്മിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്.
അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്ലോ വൈൻ ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഗാർലിക് വൈൻ പോലെ തന്നെ നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. പൂക്കളും കുറച്ച് സാമ്യമുള്ള പൂക്കളാണ്. നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഗാർലിക് വൈൻ്റെ പൂക്കളെ കഴിഞ്ഞും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ ഗ്ലോ വൈനിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് മുല്ലയാണ്. സെയിം സൈസിലുള്ള ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസിന്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മോൺസ്ട്ര പെറു ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ്. കുറച്ച് വലിയ പ്ലാന്റ് തന്നെയാണ്. നമുക്ക് വലിയ പോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന സൈസ് ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് പൈപ്പർ ഓർണാറ്റം പ്ലാന്റ് ആണ്. ഒരുപാട് സൺലൈറ്റ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് പൈപ്പർ പ്ലാന്റ്. നമുക്ക് ഇൻഡോറിലും അതുപോലെ സിറ്റ് ഔട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ പൈപ്പറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് സയാഗ്ര പാം ആണ്. നല്ലൊരു പാം വെറൈറ്റി ആണ്. ഒരുപാട് സൺലൈറ്റ് വേണ്ടാത്ത പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലോ അതുപോലെ ഇൻഡോർ ആയിട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് അരേലിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുക. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു കലർത്തിയ വെറൈറ്റി ആണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക. സെയിം സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും. അടുത്ത പ്ലാന്റ് വരുന്നത് കർട്ടൻ ക്രീപ്പറിന്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഗ്രീനും അതുപോലെ ഒരു യെല്ലോ കളറും വൈറ്റ് കളറോടെ ഒക്കെ ചേർന്ന് ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. ചെറിയ പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കുറ്റിമുല്ലയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. മുല്ലയുടെ വെറൈറ്റീസ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ്സ് എല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണുക. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.